ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡെലിവറി വ്ളോഗാണ്. ഇന്ന് ജൂലൈ 16, നാളെ അമ്മേൻ്റെ ഡെലിവറിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്മേനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ വേഗം പുറപ്പെട്ടു. ഇവിടെ നല്ല മഴയാണ്. ഇപ്പോൾ മാത്രം ജസ്റ്റ് മഴയൊന്നും കുറഞ്ഞു നിന്നു. മഴയ്ക്ക് മുമ്പ് അവിടെ എത്താൻ വേണ്ടി നമ്മൾ വേഗം ഇവിടുന്ന് വണ്ടി വിട്ടു. വഴിയിൽ കുറച്ച് ഹമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ മെല്ലെയാണ് പോയത്, കാരണം അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. അമ്മ ഇവിടെ അഹല്യയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അഹല്യ വുമൻ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലാണ് വന്നത്. ഇവിടെ കുറേ ഷൂട്ടിംഗ് ഒക്കെ നടക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ പെട്ടി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് മെല്ലെ അങ്ങ് നടക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അപ്പോൾ പോയി കാറ് പാർക്ക് ചെയ്തിട്ട് വന്നു. ഞങ്ങളിവിടെ വല്ലപ്പോഴൊക്കെ വന്നിട്ടുള്ളൂ. 2-3 പ്രോഗ്രാംസിന്. പിന്നെ റോസിൻ്റെ പല്ല് പറിക്കാൻ വേണ്ടി വന്നിരുന്നു. അല്ലാതെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഡോറി ചോട്ടാബിമൊക്കെ നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് ചെറിയ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോഴത്തേക്ക് അപ്പോൾ പോയി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നു. പിന്നെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്യാൻ നിൽക്കുകയായിരുന്നു അവിടെ. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഒന്നും കൂടി പോയി ചെക്കപ്പ് ചെയ്യണം. അപ്പോഴത്തേക്ക് അമ്മ കാഷ്വാലിറ്റി റൂമിൽ പോയിട്ട് ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്തിട്ട് വന്നു. അതുവരെ ഞങ്ങൾ അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് സമയം കളഞ്ഞു. എന്തായാലും പുറത്ത് വെറുതെ നിൽക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കി. നല്ല രസമുണ്ടായിരുന്നു. കുറേ ടോയ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതും കഴിഞ്ഞ് വെറുതെ നിൽക്കുമ്പോഴാണ് ഒരു വീഡിയോയ്ക്ക് വോയിസ് പറയാനുള്ള കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഞാൻ അതും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. ഞാൻ വോയിസ് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോസ് പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റൂം റെഡിയായി. പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു. അമ്മയുടെ ചെക്കപ്പും കഴിഞ്ഞിട്ട് അമ്മ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നടന്ന് അത്രയ്ക്കൊന്നും നടന്നില്ല, എന്നാലും നമ്മൾ കുറച്ച് നടന്ന് പിന്നെ ലിഫ്റ്റിൽ കയറി. എനിക്ക് ലിഫ്റ്റിൽ പോകുന്നത് കുറച്ച് പേടിയുള്ള കാര്യമാണത്. ഇപ്പോൾ കുറേ പേരുള്ളതുകൊണ്ട് എനിക്കത്ര പേടിയില്ല, പക്ഷെ ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട്. പിന്നെ ഞങ്ങൾ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് ലിഫ്റ്റിൽ കയറി. ആ നേഴ്സ് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ടാണെന്ന് ഒന്ന് ചിരിച്ചു. ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഒരു റൂം മാറിയിട്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം ആ ഒരു സമയത്തായിരുന്നു വന്നത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾക്കാണെങ്കിൽ നാളെ ഫസ്റ്റ് മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ചെയ്യും. നാളെ ലീവ് എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒന്നും പഠിക്കാതെ വന്നത്. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എല്ലാ നേഴ്സുമാരും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് റൂമിലെത്തി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് വലിയ റൂമായിരുന്നു അത്. ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ബാഗൊക്കെ സെറ്റാക്കാൻ പോയപ്പോഴത്തേക്ക് അമ്മ ചെക്കപ്പ് കഴിഞ്ഞ് വന്നു. ഇവിടെ ടോട്ടൽ 2 ബെഡായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് പേഷ്യൻറ്റിന് കിടക്കാനും പിന്നെ ഒന്ന് ബൈസ്റ്റാൻഡറിന് കിടക്കാനുള്ളതായിരുന്നു. താഴെ പറഞ്ഞ് എക്സ്ട്രാ ബെഡും കൂടി തരുമെന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനുള്ള സ്പേസും കബോർഡും സോഫയും എക്സ്ട്രാ ഒരു ടേബിളും ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങോട്ട് വന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ആ സങ്കടകരമായ കാര്യം അറിഞ്ഞു. വെറുതെ പഠിച്ചു. അതെ, 17-ാം തീയതി പാലക്കാട് ജില്ലയ്ക്ക് അവധിയായിരുന്നു. ഞങ്ങൾ ആകെ പെട്ടുപോയി. ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. അമ്മേനെ ഡെലിവറി ആയതുകൊണ്ട് ലീവ് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ ആഗ്രഹം പാളിപ്പോയി ഗൈസ്. ബ്ലഡ് എടുക്കാൻ വേണ്ടി അവരമ്മയുടെ 2 കയ്യിൽ ഇഞ്ചക്ഷൻ വെച്ചു. പിന്നെ അമ്മ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന സമയം നോക്കി ഞങ്ങൾ എല്ലാവരും താഴെ പോയി ഫുഡ് കഴിച്ചു. അമ്മയ്ക്ക് വേണ്ടിയിട്ട് പാർസൽ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഹെവി ആയിട്ടുള്ളതൊന്നും അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു പ്ലെയിൻ ദോശയും സാമ്പാറും വാങ്ങിച്ചുകൊണ്ട് വന്നു. അമ്മ ഞങ്ങളറിയാതെ ഒരു കള്ളത്തരം ചെയ്തു. വീട്ടിലുണ്ടായിരുന്ന മിഠായി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു, വിശക്കമ്മ കഴിക്കാനാന്ന് പറഞ്ഞിട്ട്. പിന്നെ അമ്മയ്ക്ക് വീണ്ടും ഒരു അബദ്ധം പറ്റി. ചമ്മന്തിൻ്റെ കവർ എടുത്തിട്ട് പ്ലേറ്റിനോട് ചാരി വെച്ചിരിക്കുകയായിരുന്നു. അമ്മ അതറിഞ്ഞില്ല. ഒരൊറ്റ വലി കറി താഴെയും വീണു. ഉള്ള കറിയും പോയി. അവസാനം അമ്മ സാമ്പാർ കൂട്ടി കഴിച്ചു. പിന്നെ ഈ ഒരു അവസ്ഥയുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് അപ്പം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.